തകർത്തെഴുതാനായിട്ട് പോവുകയാണ്. ആനുവൽ എക്സാമിന് നിങ്ങൾക്കറിയാം ഒരുപാട് പുതിയ തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് ട്രൂ ഓർ ഫോൾസ്, ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ ഞാനിവിടെ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ച് കേട്ടിരുന്നോളുക. ചോദ്യം എങ്ങനെയാണ്, ട്രൂ ഓർ ഫോൾസ്. ഇവിടെ നിങ്ങൾക്ക് 1, 2, 3, 4, 5 പ്രസ്താവനകളുണ്ട്, 5 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഏതാണ് ശരിയോ തെറ്റോ. ഒന്നാമത്തെ ചോദ്യം എന്താ, 100 കൊണ്ട് ഹരിക്കാവുന്ന എല്ലാ സംഖ്യകളെയും 10 കൊണ്ട് ഹരിക്കാം. ഓൾ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 100 ഓർ ഓൾസോ ഡിവിസിബിൾ ബൈ 10. 100 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകൾ. ഇവിടെ മക്കളെ 100 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന നമ്പറുകളുടെ പ്രത്യേകത എന്താ? 100 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന നമ്പറുകൾ എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 അക്കങ്ങൾ 00 വരണം. അവസാനത്തെ 2 അക്കങ്ങൾ 00 ആണെങ്കിൽ ആ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം, 100 കൊണ്ട് നിശേഷം ഹരിക്കാം. ഫോർ എക്സാമ്പിൾ 400-നെ അവസാനം 2 0 ആയതുകൊണ്ട് 100 കൊണ്ട് ഹരിക്കാം. പിന്നെയോ 1800 അവസാനം 2 0 ആയതുകൊണ്ട് ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം, 100 കൊണ്ട് ഹരിക്കാം. 200 100 കൊണ്ട് ഹരിക്കാം. 1670 100 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവസാനത്തെ 2 സംഖ്യകൾ 00 അല്ലാത്ത കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അവസാനം 2 0 വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, 100 കൊണ്ട് ഹരിക്കാം. അപ്പൊ ചോദ്യം എന്താ, ഓൾ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 100 ആർ ഓൾസോ ഡിവിസിബിൾ ബൈ 10. അപ്പൊ 100 കൊണ്ട് ഹരിക്കണമെങ്കിൽ അവസാനം 2 0. 10 കൊണ്ട് ഹരിക്കണമെങ്കിലോ, 10 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകൾക്ക് അവസാനം 1 0 ആയിരിക്കും ഉണ്ടായിരിക്കാം. 10, 20, 300 അവസാനം 1 0. 1400 അവസാനം 1 0. അവസാനം 1 0 ആണ്. ഇത് 1650 അവസാനം 1 0. ഈ നമ്പറുകളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 10 കൊണ്ട് ഹരിക്കാം. അവസാനത്തെ സംഖ്യ 0 ആവണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 100 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 സംഖ്യകൾ 00 ആയിരിക്കും. 10 കൊണ്ട് ഹരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു സംഖ്യ 0 ആയിരിക്കണം. അതിനർത്ഥം 100 കൊണ്ട് ഹരിക്കാൻ പോകുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് 10 കൊണ്ടും ഹരിക്കാം. ഇത് ട്രൂ ആണ്, ശരിയാണ് അല്ലേ, ശരിയാണ്. കാരണം ഏത് സംഖ്യ 100 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ നിങ്ങൾ എടുത്തോ, 500 100 കൊണ്ട് ഹരിക്കാം, അവസാനം 2 0 ആണ്, 500 ഹരിക്കാം. അവസാനം 1 0 വന്നതുകൊണ്ട് അതിന് എന്തുകൊണ്ടും ഹരിക്കാം, 10 കൊണ്ടും ഹരിക്കാം. അത് ശരിയാണ്. അടുത്ത നോക്കുക, 52 ഈസ് ഡിവിസിബിൾ ബൈ 4. അതായത് 52 എന്നത് 4 കൊണ്ട് ഹരിക്കാവുന്നതാണ്. 52-നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, 52-നെ 4 കൊണ്ട് ഹരിക്കണം. 1 4 4, 12-ൽ 3 പ്രാവശ്യം 12 ഈക്വൽ ടു 13. ഹരിക്കാൻ പറ്റും, പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. യെസ്, ഇതും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയാണ്, ഇതും ശരിയാണ്. ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം ഒറ്റയാണെങ്കിൽ അതിനെ 2 കൊണ്ട് ഹരിക്കാം. ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം ഒറ്റയാണെങ്കിൽ ഇവിടെ നോക്കുക, if a number is divisible by 2 if its last digit is odd. അവസാനത്തെ സംഖ്യ ഓഡ് ആണെങ്കിൽ, അവസാനത്തെ സംഖ്യ ഒരു ഒറ്റ സംഖ്യയാണ്. ഫോർ എക്സാമ്പിൾ 13 അവസാനത്തെ സംഖ്യ ഒറ്റ സംഖ്യയാണ്. 17 അവസാനത്തെ സംഖ്യ ഒറ്റ സംഖ്യയാണ്. അവസാനത്തെ സംഖ്യ ഒറ്റ സംഖ്യയാണെങ്കിൽ അതിനെ 2 കൊണ്ട് ഹരിക്കാമെന്ന് ഒരിക്കലും പറ്റില്ല. അവസാനത്തെ സംഖ്യ ഇരട്ട സംഖ്യ ആയിരിക്കണം. 2, 4, 6, 8 ഇതിൽ ആരെങ്കിലും വരണം, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ. ഇത് ഫോൾസ് ആണ്, തെറ്റാണ്, അത് തെറ്റാണ്. അടുത്ത് നോക്കുക, when 17 is divided by 5 remainder is 2. 17-നെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 2 ആണ്. നോക്കുക, 17-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ബാക്കി 2 ആണ്. 17-നെ 5 കൊണ്ട് ഹരിക്കുക. അപ്പൊ നോക്കാം, നമുക്ക് 17 ഹരിക്കണം 5 ചെയ്യണോ? വേണ്ട. അവസാനത്തെ അക്കം ആരാ നോക്കുക, അവസാനം ആരാ, 7. അപ്പൊ റിമൈൻഡർ എന്ത് വരും, റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം ഈക്വൽ ടു 7 - 5 2 ആണ്. റിമൈൻഡർ 2 ആണ്. 17-നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. ഇത് ശരിയാണ്, ശരിയാ. അടുത്തത്,
All numbers divisible by 10 are also divisible by 5. 10 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യയും 10 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യ ആരൊക്കെയാണ്? 10 ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട്, 60 ഉണ്ട്, 80 ഉണ്ട്, പിന്നെന്താ 100 ഉണ്ട്, 110 ഉണ്ട്. ഇവരെയൊക്കെ അവസാനം ലാസ്റ്റ് അക്കം 0 ആവുന്ന എല്ലാരെയും നമുക്ക് എന്ത് ചെയ്യാം? 10 കൊണ്ട് ഹരിക്കാം. ഇവരെ എല്ലാരെയും നമുക്ക് എന്തും ചെയ്യാം? 5 കൊണ്ടും ഹരിക്കാം. അതെന്താ മിസ്സേ? അവസാനത്തെ സംഖ്യ 0 അല്ലെങ്കിൽ 5 വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ടും ഹരിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ എക്സാമിന് എന്തായാലും ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദ്യം വരും. അപ്പൊ ഇത്രയും പഠിക്കാനുള്ള ഈ ഒരു പാഠഭാഗം ഇങ്ങനെ പഠിച്ചാൽ മതിയോ? പോരാ അല്ലേ? ആദ്യം മുതലേ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരുന്നു. അപ്പൊ ഇതേപോലുള്ള ബുദ്ധിമുട്ട് അടുത്ത വർഷം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് സൈലത്തിന്റെ കൂടെ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വജ്ര ബാച്ച്. മക്കളെ, ഇത് തമാശയല്ല. ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്തോളാം. നമ്മളുടെ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 10-ാം തീയതി അല്ലേ? 10% ആണ്. നെക്സ്റ്റ് ഏപ്രിൽ 5 വരെയാണ് നീട്ടിയെന്നാണ് തോന്നുന്നു. അത് ഉറപ്പില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഡേറ്റ് തീരാനായിട്ട് നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. റിസൾട്ട് വരട്ടെ, എക്സാം കഴിയട്ടെ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുമ്പോഴേക്കും നമ്മുടെ പൈസ കൂടും, ഓഫർ തീരും. അപ്പോൾ അതിന് നിൽക്കണ്ട. നമ്മൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളൊക്കെ അടുത്ത വർഷം സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്ത് വരുമ്പോഴേക്ക് ഒരു 2 ചാപ്റ്ററൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ച് സെറ്റായിട്ടായിരിക്കും എക്സാമിന് ക്ലാസ്സിലേക്ക് പോവുക. അപ്പോൾ തന്നെ നമുക്ക് എന്താ നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും ക്ലാസ്സിൽ പോകുന്ന സമയത്ത്. എല്ലാം പഠിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലുക. അപ്പൊ ആരും തന്നെ ലേറ്റ് ആക്കേണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങാം.